ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്താ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ഈ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മളൊരു റൺ സെർവർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു പേജ് ഉണ്ടല്ലോ, അത് ജാങ്കോയുടെ ഒരു ഡിഫോൾട്ട് ഹോം പേജ്. അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് മാത്രമേ കാണിക്കണം. ഞാനൊരു ടെംപ്ലേറ്റോ അല്ലെങ്കിൽ HTML പേജിന്റെ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് മാത്രം കാണിക്കാനായിട്ട്. അത് എന്ത് ചെയ്താലാണ് നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഞാൻ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ കണക്ഷൻസ്, ബേസിക് കണക്ഷൻസ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് കണക്ഷന് URLസിൽ എന്താ കൊടുക്കേണ്ടത്, വ്യൂസിൽ എന്താ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ആപ്പിന്റെ views.py നമുക്ക് കുറച്ച് കോഡ് എഴുതണം. അതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ റെൻഡർ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് അന്നേരം ഇമ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്ന ഫങ്ഷൻസ് ആണ്. അതായത് നമുക്ക് ഇപ്പം ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കോൾ ചെയ്യേണ്ടത്, അതായത് HTML പേജ് ലിങ്ക് ചെയ്യേണ്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ വ്യൂസിൻ്റെ അകത്ത് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രിങ് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. പൈത്തണിൽ നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ എഴുതുന്നത് അതുപോലെ തന്നെ DEF കീവേഡ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ എഴുതുക. ഞാനിപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ നെയിം കൊടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് റിക്വസ്റ്റ് പാരാമീറ്റർ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യുന്നു, അതാണ് അതൊരു പാരാമീറ്റർ ആയിട്ട് വരുന്നത്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ കൊടുക്കുക. ദെൻ ഞാനിപ്പോ തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു HTTP റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രിങ് തിരിച്ചു കൊടുക്കാനായിട്ട് HTTP റെസ്പോൺസ് ആയിട്ടാണ് കൊടുക്കുന്നത്. HTTP റെസ്പോൺസ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇപ്പൊ എന്താ നമുക്ക് അവിടെ വെൽക്കം ടു my project, my first Django project എന്ന് പറഞ്ഞു ഞാനിപ്പോൾ കൊടുക്കുകയാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ HTTP റെസ്പോൺസ് നമുക്ക് എന്തെന്നാ HTTP റെസ്പോൺസ് ഇങ്ങനെ അല്ല, ഇത് HTTP റെസ്പോൺസ് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രം ജാങ്കോ, ഇതൊക്കെ നെറ്റിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. എങ്ങനെയാണ് നമുക്കൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജാങ്കോയിൽ ഏത് മൊഡ്യൂളാണെന്ന് വെച്ചാൽ ഇപ്പോൾ HTTP റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്യാൻ ഏത് മൊഡ്യൂളാണ് വേണ്ടത്, അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നെറ്റിലുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഫ്രം Django.http import HTTP റെസ്പോൺസ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് HTTP റെസ്പോൺസ് ഇവിടെ വന്ന എറർ മാർക്കിട്ടിട്ടുണ്ട്. അപ്പോൾ വ്യൂസിൻ്റെ അകത്ത് ഇത്രേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കൊരു സ്ട്രിങ് വരാൻ വേണ്ടിയിട്ട് ഇത്രേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഞാൻ സേവ് ചെയ്തു. ദെൻ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ വ്യൂസിൻ്റെ അകത്തുള്ള ഫംഗ്ഷനെ നമുക്ക് URLസിലേക്ക് മാപ്പ് ചെയ്യണം. അതിന് ആദ്യം നമുക്ക് ആപ്പിന് ഒരു URLs വേണം. അതിന് ആപ്പിന് ഒരു ഫയൽ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. URLs.py എന്ന് പറഞ്ഞ് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ URLs.py ഉള്ളത്. ഈ URLs.pyൻ്റെ അകത്ത് നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം Django.urls കുറച്ച് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. രണ്ട് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. Django .urls import path അത് ഇമ്പോർട്ട് ചെയ്തു. ദെൻ നമുക്ക് എന്താണ് ഫ്രം ജാങ്കോ ഫ്രം ഡോട്ട്, അതായത് ജാങ്കോ എന്നല്ല, നമ്മുടെ സെയിം ഫോൾഡറിൽ കിടക്കുന്ന വ്യൂസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സെയിം, അതായത് ആ ഒരു ആപ്പിൽ തന്നെ കിടക്കുന്ന views.py നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെയിം ഫോൾഡർ ആയതുകൊണ്ട് ഡോട്ട് എന്ന് കൊടുത്താൽ മതി. ഫ്രം ഡോട്ട് ഇമ്പോർട്ട് എന്താണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, വ്യൂസ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. വ്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് URL പാറ്റേൺസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് URL പാറ്റേൺസ് കൊടുക്കുക. പാറ്റേൺസ് ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ അതിൻ്റെ അകത്ത് കുറച്ച് കോഡ് ഓട്ടോമാറ്റിക്കലി വരും. അതാണ് ആ URL പാറ്റേൺസ് കൊടുത്തപ്പോൾ അത് സ്ക്വയർ ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്ത് വന്നത്. വിച്ച് മീൻസ് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. ദെൻ പാത്തിൻ്റെ ഉള്ളിൽ
റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ഒരു ഇത് എം ടി ആക്കി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന ഹോം പേജിൽ തന്നെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. ആ ഒരു ഹോം പേജിൽ തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ സ്ലാഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കയറുന്ന ഹോം പേജ് സ്ലാഷ് ആ ഒരു പേജിന്റെ നെയിം കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇത് ഹോം പേജിൽ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ എം ടി ആക്കി ഇട്ടേക്കുന്നത് എന്നുള്ള കാര്യം. എന്നിട്ട് വ്യൂസ് ഡോട്ട് നമുക്ക് നമ്മുടെ വ്യൂസിൽ എഴുതിയ ഫംഗ്ഷന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് കോൾ ചെയ്യുക. ഇൻഡെക്സ് എന്നായിരുന്നു ഫംഗ്ഷന്റെ പേര്. സോ ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുക. ദെൻ നമുക്ക് അതിനൊരു നെയിം കൊടുക്കണം. എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഞാൻ ഫംഗ്ഷന്റെ നെയിം തന്നെ കൊടുക്കുകയാണ്. ഫംഗ്ഷന്റെ നെയിം ആയതുകൊണ്ട് ഇൻഡെക്സ് ആയതുകൊണ്ട് ആ ഇൻഡെക്സ് എന്ന് പറയുന്ന പേര് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ അതൊരു സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. നെയിം ആയതുകൊണ്ട് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കുക. എന്നിട്ട് കോമ ഇട്ടേക്കാന്ന് വെച്ചാൽ ഇനി നമുക്ക് വ്യൂസിൽ വേറെ ഫംഗ്ഷൻ എഴുതുമ്പോഴും ഇതുപോലെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അടുത്തത് വരുമ്പോഴത്തേനും അതൊരു എറർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഒരു കോമ ഇട്ടു എന്നേ ഉള്ളൂ. അടുത്തത് ചെയ്യുമ്പോൾ കോമ ഇട്ടാലും മതി. വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ അത്രയും ചെയ്യുക. ഇത്രയാണ് യു ആർ എൽ പാറ്റേൺ വെച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിന്റെ യു ആർ എൽ ഉണ്ട്. അതായത് ലൈബ്രറിക്ക് ഒരു ലൈബ്രറി എന്ന് പറയുന്നതാണ് എന്റെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന്റെ ഉള്ളിൽ ഒരു യു ആർ എൽ ഡോട്ട് പി വൈ ഉണ്ട്. അതിന്റെ അകത്തേക്ക് എന്റെ ആപ്പിന്റെ യു ആർ എല്ലിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്ത് പാത്തിന്റെ ഉള്ളില് എനിക്ക് ഏതാ ആപ്പ് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിന്റെ നെയിം കൊടുക്കുക. ആപ്പ് നെയിം എൻ്റെ ലൈവ് ആപ്പാണ്. സ്ലാഷ് കൂടെ ഇട്ട് കൊടുക്കാം. ആപ്പിന്റെ നെയിം കൊടുത്തു. പിന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡിന്റെ ഉള്ളിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്താ കൊടുക്കുക, നമ്മുടെ ആപ്പിന്റെ നെയിം എന്താണോ അത് ഡോട്ട് നമ്മുടെ യു ആർ എൽസ് കൊടുക്കുക. ഇപ്പൊ ലൈവ് ആപ്പ് ആയതുകൊണ്ട് ലൈവ് ആപ്പ് ഡോട്ട് യു ആർ എൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കത് ഇങ്ങോട്ട് കണക്ട് ആക്കി കിട്ടും. ചിലതിൽ ഇമ്പോർട്ടഡ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഇത്രയും ചെയ്തു. എല്ലാം സേവ് ചെയ്യാം. ദെൻ നമുക്ക് റൺ സെർവർ ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും ഉള്ളത്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അല്ലാണ്ട് നമുക്കിപ്പോ ഒരു ഹോം പേജിൽ ഒരു സ്ട്രിങ് കാണിച്ചിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു പ്രോജക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ വ്യൂസിൽ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതുന്നത്, അതിന്റെ ബേസിക് ഇതെങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആപ്പിന് ഒരു യു ആർ എൽസ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്തേക്ക് വ്യൂസിൽ എഴുതിയ ഫംഗ്ഷനെ മാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ യു ആർ എല്ലിന് ആപ്പിന്റെ യു ആർ എല്ലിന് പ്രോജക്റ്റ് യു ആർ എല്ലിലേക്ക് ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സെർവർ ഒന്ന് റൺ ചെയ്യാം. str object has not include. എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അത് ഇൻക്ലൂഡിന്റെ ആണ് എറർ എന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇൻക്ലൂഡ് കൊടുത്തേക്കുന്നതിനാണ് എന്തോ എറർ വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു ഇൻക്ലൂഡ് കൂടി കൊടുക്കാം. മറ്റേ ഇൻക്ലൂഡ് അല്ലാണ്ട് ഇവിടെ ഒരു ഈസ് വാലിഡ് അല്ല. ശരിക്കും ഇതിൻ്റെ അകത്ത് നിന്നാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, മറ്റേതല്ല ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഞാൻ സേവ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കട്ടെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇൻക്ലൂഡ് കിടക്കുന്നുണ്ടെങ്കിൽ അത് കളയണ്ട. ജസ്റ്റ് നിങ്ങൾ ഈ പാത്തിന്റെ കൂടെ ഒരു ഇൻക്ലൂഡും കൂടി ഇമ്പോർട്ട് ചെയ്യുക. അതായത് ഈ ഒരു സെയിം മൊഡ്യൂളിൽ നിന്ന് തന്നെ പാത്തും ഇൻക്ലൂഡും കൂടി ഇമ്പോർട്ട് ചെയ്യും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു എറർ ആണ് വന്നിരിക്കുന്നത്. which means admin empty path didn't match any of this type. എന്താന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് empty ആക്കിയിട്ട് നോക്കട്ടെ. ഇൻക്ലൂഡ് മാത്രം
ഓക്കെ, അതായിരുന്നു ആ ലൈബ്രറി ആപ്പ് കൊടുത്തതായിരുന്നു എറർ വന്നത്. അത് മാറ്റിയപ്പോഴത്തേനും അത് മാറി. ഇപ്പൊ നമ്മൾ എന്താ, നമ്മൾ HTTP റെസ്പോൺസിന്റെ അകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു സ്ട്രിങ് നമുക്ക് ഹോം പേജിൽ വ്യൂ ചെയ്ത് കിട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇത്രയും ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അതൊരു പ്രോഗ്രാമേ അല്ല, എന്ന് വെച്ചാൽ ബാക്ക് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമേ അല്ല. അപ്പൊ ജസ്റ്റ് എന്താ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളാണ്. വ്യൂസിന്റെ അകത്ത് ഫംഗ്ഷൻ എഴുതുക, പിന്നെ എന്താ, അതിനെ URLസിലേക്ക് മാപ്പ് ചെയ്യുക, അല്ല ആപ്പിന്റെ URLസിലേക്ക് മാപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോജക്റ്റിന്റെ URLസും ആപ്പിന്റെ URLസും തമ്മിൽ കണക്ട് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യിപ്പിച്ചത്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ, നമുക്കിപ്പോൾ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെയല്ലല്ലോ ഒരു ഹോം പേജ് വേണ്ടത്. നമുക്ക് ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഒരു ഹോം പേജ്, HTML പേജ് വേണ്ട. ഒരു HTML പേജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.